കൊല്ലം ജില്ലയുടെ മൂലസ്ഥാനമായിട്ടിരിക്കുന്നതാണ് കോട്ടിക്കൽ ഗുഹാക്ഷേത്രം. വസ്തുകാർ പറയുന്നത് 5000 വർഷത്തിന് അപ്പുറം പഴക്കമുണ്ടെന്നാണ്. ചുവട്ടുപാറ എന്ന് പറയുന്ന കോട്ടിക്കലിലെ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടിക്കൽ ഗുഹാക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമുക്ക് ആ കോട്ടിക്കൽ ഗുഹാക്ഷേത്രത്തിലേക്ക് ഒന്ന് കയറി അതിൻ്റെ ചുറ്റുപാടുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്നതാണ് കോട്ടിക്കൽ ഗുഹാക്ഷേത്രം. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് വീഡിയോസുകളൊക്കെ ഒന്ന് ഇവിടുത്തെ നിയമപ്രകാരമൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് നിങ്ങളെ കാണിക്കും. ഓക്കെ, കോട്ടിക്കൽ ഗുഹാക്ഷേത്രത്തിലേക്ക് തിരിയുന്ന വഴിയാണിത്. ഇവിടെ നിന്നാണ് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞു പോകുന്നത്. കേരളത്തിൽ 2 ക്ഷേത്രങ്ങളെ ഈ പാറ ക്ഷേത്രമുള്ളൂ, ഗുഹാക്ഷേത്രമുള്ളൂ. ഒന്ന് ഇത് വടക്കൊരു സ്ഥലം പേര് പറയുന്നിട്ട് അത് എനിക്ക് എത്ര അറിയുന്നില്ല. ഇട്ടിക പഞ്ചായത്തിൽ ശങ്കരപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏതോ ഒരു കാലഘട്ടത്തിൽ പരമശിവന്റെ കൽപ്പനപ്രകാരം ഹനുമാരും ഭൂതഗണങ്ങളും കൂടി എവിടെയോ വെച്ച് കൊത്തുപണി ചെയ്ത് വെളുപ്പാങ്കാലമായി സെറ്റോടുകൂടി ഇവിടെ കൊണ്ടിറക്കി വെച്ചിരുന്നു. അതാണ് ഐതിഹ്യം പറയുന്നത്. ഹനുമാരുണ്ടായിരുന്നു എന്ന് പറയുന്നതിന്റെ ഉദ്ദേശത്തിന് വേണ്ടിയാണ്, ഇദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ബാലഹനുമാനും അവിടെ കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്നത്. 6 അടി സ്ക്വയർ 2 റൂം. ആ 2 റൂമിലും 4 അടി പാറയ്ക്കകത്ത് 2 റൂമുണ്ട്. 4 അടി ഉയരത്തില് അതിൽ വെച്ചുള്ള കൊത്തുപണി. 2 ശിവലിംഗം. ഇടതുവശം ഭസ്മച്ചാർത്ത്, വലതുവശത്തെ ശിവലിംഗം ചന്ദനച്ചാർത്ത്. പിന്നെ ബാലഹനുമാൻ, നന്ദി, ഭൂതഗണങ്ങൾ എല്ലാം ഇവിടെ വസിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഐതിഹ്യം പറയുന്നത്. പുരാവസ്തുകാർ പറയുന്നത് 5000 വർഷത്തിന് അപ്പുറം പഴക്കമുണ്ടെന്നാണ്. 5000 വർഷത്തിന് അപ്പുറം പഴക്കമുണ്ടെന്നാണ് പുരാവസ്തുകാർ. പക്ഷെ എന്തായാലും ഈ കൊത്തുപണി ചെയ്തതിന്റെ വേസ്റ്റ് പാറ കഷ്ണങ്ങളൊന്നും ഈ പ്രദേശത്തൊന്നും ഇല്ല. അതുകൊണ്ട് ഐതിഹ്യം വിശ്വസിക്കാതിരിക്കാൻ നിവർത്തിയുമില്ല. ചുമ്മാടായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വന്ന ഒരു പാറയുണ്ട് ഈ ഒരു വളവിന് താഴെ വശത്ത്. ഇതിന്റെ ബാഗിൽ അതോ റോഡിൽ കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോ ഒരു കൊച്ചു വളവുണ്ട്. അതിന്റെ വലത്തുവശത്ത് ശിവലിംഗത്തോടുകൂടി ഒരു നിറഞ്ഞ പാറ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ പാറ ഇത് ചുമന്നുകൊണ്ട് വരാനായിട്ട് ചുമ്മാടായിട്ട് ഉപയോഗിച്ച പാറയാണ്. അത് നമുക്ക് ഇവിടുന്ന് കുറച്ച് പോയാൽ മതി അല്ലേ? കുറച്ച് കാണാൻ പറ്റുമല്ലേ? റോഡ് സൈഡിന് റോഡിൽ ഇങ്ങനെ കാണാം. ഇതാണ് ഐതിഹ്യം പറയുന്നത്. കുടുക്കത്ത് പാറ ചിലയെങ്കിലും ഇതും തമ്മിൽ എന്തെങ്കിലും ജടായു പാറയായിട്ട് പരസ്പരം ബന്ധമുണ്ടെന്ന് പറയുന്നു. ജടായു പാറയാന്ന് കുടുക്കത്ത് പാറയാന്ന്? കുടുക്കത്ത് പാറ ചണ്ണപ്പെട്ട. ഈ ജടായു പാറ എന്ന് പറഞ്ഞാൽ ചടയമംഗലം. ഈ കുടുക്കത്ത് പാറയും ജടായു പാറയും ഇതിനകത്തൊരു ബന്ധമുണ്ട്. രാവണ യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ സീതയെ മോഷ്ടിച്ചുകൊണ്ട് വരുന്നതായ ആ സന്ദർഭത്തിൽ പിന്നെ ജടായുവിനെ വെട്ടുന്നതിന് വേണ്ടി ഖരൻ വാള ഊരിയ സ്ഥലം കരവാളൂര്. അങ്ങനെ കരവാളൂരാകുന്നത്. ഖരൻ രാവണൻ വാള് ഊരി ഈ ജടായുവിനെ എതിർക്കാമെന്ന് ജടായുവിന് അവിടെ ആക്രമിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ജടായു കൂടെ പോന്ന് ഇദ്ദേഹം വിമാനം കൊണ്ട് ഈ ജടായു മംഗലം പാറയുടെ മുകളിൽ വശത്തോട് പറക്കുമ്പോൾ അവിടെ വെച്ച് വലിയതായിട്ട് ആക്രമണം നടത്തുമ്പോൾ അവിടെ വെച്ച് ജടായുവിന്റെ ചിറവൊക്കെ വെട്ടി അവിടെ താഴ്ത്തിടുന്നു. അതിന്റെ സ്മരണക്കാര് അവിടെ ജടായു പേരെന്ന് വന്നത് ജടായു മംഗലമാണ്. പിന്നെ ശിലയില് ജടായുവിന്റെ ചിത്രം കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഇപ്പൊ ചെയ്തിട്ടുണ്ട്. ശ്രീരാമന്റെ പ്രതിഷ്ഠയും എല്ലാം ഉണ്ട്. എൻ്റെ പേര് രാമചന്ദ്ര മേനവൻ ഭാഗവതർ. ഞങ്ങള് ഇവിടെ പാരായണമുണ്ട്. ദിവസം പോലും പുരാവസ്തുവായിട്ടും കൂടെ ആണ് ഇതിന്റെ ഉടമസ്ഥർ. ഇപ്പൊ സഞ്ചാരികൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ടല്ലോ. എടുക്കരുതേ ഉള്ളൂ. പുരാവസ്തു വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ, മ്യൂസിയം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. അവരുടെ അലോട്ട്മെന്റിൽ നിന്ന് 38 ലക്ഷം രൂപ ഈ ക്ഷേത്രത്തിന്റെ പുതുക്കി പണിയിലേക്ക് അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ കുറെ ഭാഗം പണി നടത്തി ഈ ക്ഷേത്രം നിൽക്കുന്ന ഇത്രയും ഭാഗം അതിലും ഈ പിന്നെ കല്ല് ഇത്രയും ഭാഗം ഇതെല്ലാം അദ്ദേഹത്തിന്റെ കേസാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു കോട്ടക്കൽ ഗുഹാക്ഷേത്രത്തിന്റെ വിശേഷങ്ങള്. കോട്ടക്കൽ ഗുഹാക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഈ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഇത്രയും ഒരു പാറയാണ് ഈ ഗുഹാക്ഷേത്രത്തിനായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് വെള്ളമുണ്ട് അല്ലേ? നല്ല വെള്ളം പറ്റത്തില്ല. നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ. ഔഷധ വെള്ളമാണ്. വരുന്നവരെല്ലാം ഇത് കൊണ്ടുപോകായിരിക്കും അല്ലേ? കോട്ടക്കൽ ഗുഹാക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശം നമ്മളിവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അപ്പുറത്തൊരു പാറയുണ്ട്. ഈ ഒരു പാറ ചുമന്നു കൊണ്ട് വന്നു എന്ന് പറയുന്ന ഒരു പാറ, ചുമാടെന്ന് പറയുന്ന ഒരു പാറയുണ്ട്. ആ ഒരു പാറ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. കാണാൻ വേണ്ടി വന്നേന്നു. എവിടുന്ന് വന്നേ? അഞ്ചല തന്നെ. ഇത് നേരത്തെ വന്നിട്ടില്ലല്ലേ? എത്ര മണിക്കാ തുറക്കുന്നത്? 10 മണി. ദേവസ്വം ബോർഡും പുരാവസ്തുകാരും കൂടെ ആണ് ഇതിൻ്റെ സമയക്രമങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ നടത്തിപ്പും. ആ കോട്ടക്കൽ ഗുഹാക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ഒരു പാറ നമ്മളുടെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരു പാറ ഇവിടെ ഉണ്ടെന്നുള്ളത്, ചുമട്ടുപാറ എന്ന് പറയുന്ന പാറ. അപ്പോൾ നമുക്ക് ആ ഒരു പാറ ഈ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് ആ പാറകളൊന്ന് കണ്ടിട്ട് പോകാം. ഈ കോട്ടക്കൽ ഗുഹാക്ഷേത്രത്തിൽ വരുന്നവർ ഈ ഒരു പാറ കൂടി കണ്ട് പോകുന്നത് നല്ലതാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വേണം ഇവിടെ വന്ന് ഈ ഒരു സ്ഥലം കൂടെ കണ്ടു പോവാം വരുന്നവർ. ഇതാണ് അന്ന് ആ ഒരു പാറ കൊണ്ടുവന്നപ്പോൾ ചുമട്ടുപാറ എന്ന് പറയുന്ന കോട്ടക്കലിലെ മറ്റൊരു പാറയാണിത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ പ്രതിഷ്ഠകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് മാറുന്നതാണ്. ഈ ഒരു പാറയാണ് അവര് ഇവിടെ നിന്ന് നമുക്ക് അറിവ് കിട്ടിയത്. ഇതൊരു ചുമട്ടുപാറയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ട് ഇതിന് അനുബന്ധമായിട്ടുള്ള പാറകളാണ് ചടയമംഗലം ജടായുപ്പാറ, അതുപോലെ തന്നെ ഈ കുടുക്കത്ത് പാറ എന്നുള്ളത് എല്ലാം ഇതിനോട് അനുബന്ധമായിട്ടുള്ള പാറകളാണ്. അതിൻ്റെ ഐതിഹ്യവും
കോട്ടുകൽ ഗുഹാക്ഷേത്രം കണ്ടു. അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ചോദിച്ചറിഞ്ഞു. അതുപോലെ തന്നെ അപ്പോഴാണ് അറിയുന്നത് ഇതുപോലൊരു ചുമട്ടുപാറ ഇവിടെ ഉണ്ട് എന്നുള്ളത്. ആ ഒരു പാറയെ നമ്മൾ കണ്ടു. അപ്പം നമുക്ക് ഇതുപോലുള്ള നല്ല വിശേഷങ്ങളെല്ലാം ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസുകളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യണം, ഫേസ്ബുക്കിലും ഫോളോ ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോകളും പുതിയ ആശയങ്ങളും എല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും വരും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ.